close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us. Hello guys, welcome to yet another video of Life of Us by Sona and Kiran. ഞാൻ ഇന്ന് പുറത്ത് പോയപ്പോൾ ഞങ്ങൾ സാമൻ്റെ തല മേടിച്ചു. തലക്കറി വെക്കാൻ പോവാണ്. എന്ത് വലിയ തലയാന്ന് നോക്ക്. കറി ഉണ്ടാക്കാം. വാ, റെക്കോർഡറായി. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഞാൻ കട്ട് ചെയ്യുന്ന മാത്രം മതി. ഇത് വരുന്നില്ലല്ലോടാ. എന്റെ തമ്പുരാനെ. ഓക്കെ, എടാ സെൽഫി ക്യാമിൽ എടുക്കുക. എന്തിന് ഇത് താണെന്നിട്ട് എഡിറ്റ് ചെയ്താ പോരെ? എഡിറ്റൊന്നും ചെയ്യത്തില്ല. എന്താ സെറ്റപ്പ് താൻ വെട്ടുമ്പോൾ ഒരു ഓറ. സ്റ്റീഫനൊക്കെ നമ്മൾ എനിക്ക് പണ്ടാരും എങ്ങനെ മര്യാദയ്ക്ക് വെട്ടണ്ടെന്നൊന്നും അറിയത്തില്ല. ഇത് അറിഞ്ഞിട്ടാണോ അങ്ങ് ഉണ്ടാക്കൂലേ? ചെകളപ്പൂക്കെ എടുത്തോളൂ. അതൊക്കെ കളയും. ഈ സാധനം കളയണ്ടേ? ചെകളപ്പൂ കളയണം. അത് കളയാം. ഇത് കളയണമെന്ന് എനിക്കറിയില്ല. ഒന്നും അറിയില്ലല്ലേ? തനിക്കെല്ലാം അറിയാവോ? അതങ്ങ് വലിച്ചു പറഞ്ഞങ്ങ് എടുക്കുക, അതങ്ങ് പോരും. ഓ, എന്നാണ് നമ്മുടെ ഒരു ശാസ്ത്രം. ജിമ്മ് സോനാമരിയ, ജിമ്മ് 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 സോനാമരിയ കണ്ട സാധനം വന്നുണ്ടോ? സാൽമൺ പോലും പറഞ്ഞില്ല, ചെകിളപ്പൂ പറഞ്ഞു പോകുന്നത്. നമ്മൾ രണ്ട് തലയും നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഉപ്പും വിനാഗിരിയും ഒഴിച്ച് നമ്മൾ കഴുകാം. നമ്മൾ ഉപ്പും വിനാഗിരിയും ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിന് ഇതിൻ്റെ അകത്ത് ചെതുമ്പലും ഭയങ്കര മുള്ളും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ഈ മുള്ളെല്ലാം ഞാൻ ചെത്തിക്കളഞ്ഞു. പല്ലുണ്ട്, നാക്കിൻ്റെ അകത്തൊക്കെ ചെറിയ ചെറിയ മുള്ളൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ ചെത്തിക്കളഞ്ഞു. അപ്പോൾ ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരിച്ചിരി കുരുമുളക് പൊടി, നാരങ്ങ നീര്, ഒരിച്ചിരി എണ്ണ. എടാ ഇത് മര്യാദയ്ക്ക് നീ തുറന്ന് ഇത്രയും ഒഴിച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാനുള്ള ചുവന്നുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞ് അരിഞ്ഞെടുക്കാം. ഓക്കെ, ക്യാമറമാനെ കിട്ടാൻ പൃഥ്വിരാജ് ഒരു കുതിക്കും. നമ്മൾ 3 പുളിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വെള്ളം ചൂടാക്കി ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് ഇളക്കി, അതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വെക്കുക ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി നമുക്ക് കുറച്ച് നേരം അങ്ങനെ വെക്കാം.
നമ്മുടെ മീൻചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. കടുകിട്ടു ഗൈസ്. കടുകിട്ട് പോയി. അടുത്ത് ഉലുവ. എനിക്കത് പൊട്ടട്ടോ. എന്താടാ പൊട്ടാത്തെ? പൊട്ടണല്ലേ? ഇപ്പൊ പൊട്ടും. പൊട്ടിയോ? ഇപ്പൊ പൊട്ടും. ഇപ്പൊ പൊട്ടിപ്പോളും. പൊട്ടുന്നുണ്ട് ഗൈസ്. നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഉലുവ ചേർക്കണം. ഇതാണ് നമ്മുടെ മെയിൻ ആള്. ഇതാണ് നമ്മുടെ മെയിൻ ആള്. ആരുടെ മെയിൻ ആള്? എൻ്റെ 100ഓളം ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാണ്. ഓക്കെ, ഉലുവ. എന്നിട്ട് ഉലുവ നേരത്തെ കടുകായിരുന്നിട്ടെ. അതൊരു ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി ഇടാം. നമ്മുടെ ക്യാമറമാൻ പോയി ഗൈസ്. അപ്പോൾ ഞാൻ തക്കാളിയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുത്തു. അയ്യോ, നമ്മുടെ ക്യാമറമാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ തക്കാളി ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ എണ്ണയിൽ ചാലിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി, ആ പൊടികളുടെ കൂട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. രുചി നോക്ക് ഗൈസ്. നീ കഴിച്ചോ? അത് കാണുമ്പോ അറിയാലോ. ഓവറാക്കല്ലേ. ഇത് നമ്മളിങ്ങനെ അങ്ങനെ ഇളക്കി അങ്ങ് കൊടുക്കുക. മുളക് പൊടിയും ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. പച്ചമണം മാറിയടാ. നിങ്ങളല്ലേ വലിയ കുക്ക്, നിങ്ങൾ പറയും. എന്താ പച്ചമണം മാറിയില്ലേ? ഇല്ല, തനിക്കറിയോടാ പച്ചമണം? എനിക്കറിയാം, പഴുത്തമണം എനിക്കറിയാം. പോടോ, ഒരു കിണ്ടി അറിയില്ല ഗൈസ്. പോടാ. പിന്നെ ആരാ നിനക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നേ? എന്തൊക്കെയോ മറ്റേ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങ് ഉണ്ടാകും. പക്ഷെ അതൊക്കെ അങ്ങ് നല്ലതാവും. എന്താണെന്നറിയില്ല. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇതിന്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? ഈ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കും. വിത്ത് പുളി. നോക്ക് ഗൈസ്, അതിന്റെ മണം. എന്നിട്ട് ഈ സാധനം ഇങ്ങനെ തിളച്ച് വരത്തില്ലേ? അല്ല, തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മുടെ മീൻ മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള അത്രയും ചൂടുവെള്ളം. ഇപ്പൊ ഇടരുത്. ഈ വെള്ളം ഇനി തിളയ്ക്കണം. അതുപോലെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. കൂടും ഇല്ലടാ, പുളിയൊക്കെ വേണ്ടേ? അതല്ലേ ഈ മറ്റേ വെള്ളം മുഴുവൻ തിളച്ചു വന്നാലാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. മീൻ ഇട്ട് കൊടുക്കും. തിളച്ച് വരുന്നുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇട്ടോ മീൻ കഷ്ണം.
താൻ എന്തടോ കാണിക്കണേ? ഇങ്ങനെ ഇടുവല്ലേ? അത് മൊത്തം ഇടുവല്ലേ? ആ മൊത്തം ഇടുക. വെള്ളം നശിപ്പിച്ചോ? ഓക്കെ, ഇനി അത് നന്നായിട്ടൊന്ന് മുക്കിയിട്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കട്ടെ. അവനെ കമത്തിയിട്. മാറ്, ഞാനിട്ടോളാം. ഇതെല്ലാം നമ്മൾ ഈ ചാറിൽ നന്നായിട്ട് മുക്കിയിടാം. അങ്ങനെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിടാം. Look at that, guys. നോക്ക് ഗായ്സ്, നല്ല പുളി സാൽമണ്ട തലക്കറി. ആ സാൽമണ്ട തലയാണ് കിടക്കണേ. കണ്ണൊക്കെ വേറെ മാറി കണ്ട. നല്ല കറിവേപ്പിലേക്ക് ഇട്ട്, നല്ല മുളക് ചാറ്, നല്ല കുടംപുളി ഇട്ട് വെച്ച് നല്ല സാൽമണ്ട തലക്കറി. ഇത് ഒരു ദിവസം അങ്ങ് അടച്ച് വയ്ക്കണം. എന്നിട്ട് നാളെ നമ്മളിത് രുചിക്കണം. ഞാനങ്ങനെ ആട്ടോ ചെയ്യാൻ പോണേ. ജസ്റ്റ് ഇത് അടച്ച് വയ്ക്കുന്നേ ഉള്ളൂ. നാളെ രാവിലെയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നല്ല കപ്പപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കപ്പപ്പുഴുക്കും സാമൻ്റെ തലക്കറിയും കൂട്ടി നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. കുറച്ച് കപ്പയും നല്ല വലിയൊരു തലയും നമുക്കിട്ട് കഴിച്ചു നോക്കാം. എന്താടാ ടു ഗുഡ്. പൊളി. അപ്പോൾ ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വരും വരെ നന്ദി, വണക്കം. Peace out.